നമസ്കാരം. കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കാനായി കാനഡയിൽ IRP റെഗുലേഷൻ നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാലോ. എന്നാൽ അതേ തുടർന്ന് വ്യാജ ഏജൻസികൾക്കും പൂട്ടുവീഴുകയാണ്. കാനഡ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്റ്റുഡന്റ് പെർമിറ്റ് പ്രതിവർഷം 4 ലക്ഷത്തിൽ നിന്ന് 3.6 ലക്ഷമായി കുറച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പ്രതിവർഷം 1.4 ആണ്. കാനഡ ഇമിഗ്രേഷനിലൂടെ എത്തുന്നവരുടെ എണ്ണം 1 ലക്ഷത്തോളം വരും. കാനഡയിലേക്ക് ഉപരിപഠനത്തിന് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്പൗസ് വിസ അനുവദിക്കുമെങ്കിലും അവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. ഇതിലൂടെ വ്യാജ ഏജൻസികളെ നിയന്ത്രിക്കും. വർക്ക് വിസ വാഗ്ദാനം ലക്ഷ്യമിട്ടാണ് നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ കാനഡയിൽ 3 വർഷത്തെ വർക്ക് പെർമിറ്റ് അനുവദിക്കും. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് കാനഡയിൽ 3 വർഷത്തെ വർക്ക് വിസയിൽ നിയന്ത്രണങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്ന പേരിൽ കാനഡ ഇതിനു മുമ്പ് കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റിനുള്ള തുക 10,000 കനേഡിയൻ ഡോളറിൽ നിന്ന് 20,635 ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇത് 12.17 ലക്ഷം രൂപയോളം വരും. വിദ്യാർത്ഥികളുടെ വരവ് വർദ്ധിച്ചതോടെ GIC ഉയർത്തുന്നതിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് കാനഡ ശ്രമിക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.